മാറ്റിയെടുക്കലാണ് സൗഹൃദത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മകളിലും എല്ലാ സ്കൂളുകളും ഉണ്ടാകുന്നത് നമ്മുടെ പുതിയ അധ്യയന വർഷത്തിലാണ് കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് നല്ല കാലാവസ്ഥയുമാണ് പ്രകൃതി നൽകിയിട്ടുള്ളത്. പതിവ് പോലെ ഉത്സവഛായയിലാണ് വിദ്യാലയ വർഷത്തിന് നാം ഇക്കുറിയും ആരംഭം കുറിക്കുന്നത്. പ്രവേശനോത്സവം ആ പേര് അക്ഷരാർത്ഥത്തിൽ ഉത്സവഛായയായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കാണുന്നത്. ഇവിടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ കുഞ്ഞുങ്ങളുടെയും കൈകളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ കഴിഞ്ഞ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ തന്നെ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം യൂണിഫോമുണ്ട്. കുട്ടികൾ എത്തിച്ചേരുന്ന ക്ലാസ് മുറികൾ കൂടുതൽ നല്ല മികവിലേക്ക് ഉയർന്നിട്ടുമുണ്ട്. അതോടൊപ്പം കുട്ടികൾക്കും അധ്യാപകർക്കും ഉത്സവസമാനമായ സന്തോഷം ഇതെല്ലാം പ്രദാനം ചെയ്യുകയാണ്. എന്നാൽ അതിനപ്പുറം ചെറുതും കൂടിയാണ് സ്കൂളുകളിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്നാണ് നാം കാണുന്നത്. അതിൻ്റെ ഭാഗമായി പരസ്പരം സ്നേഹവും കരുതലും ഉണ്ടാവുക, നല്ല രീതിയിൽ അത് വളർത്തിയെടുക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ഉന്നം തന്നെ അറിവ് നേടലാണ്. ലോകത്തിൻ്റെ പുരോഗതിക്കെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് അറിവാണ്. പുതിയ കാര്യം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അളവറ്റതാണ്. അറിവാർജിച്ച് ആത്മവിശ്വാസത്തോടെ വളരുന്നതിൻ്റെ ആനന്ദമാണ് ഈ ആധുനിക കാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത്. അതിലേക്കാണ് നമ്മുടെ കുടുംബങ്ങൾ ചൂട് വെക്കുന്നത്. എന്നാൽ അതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ വിദ്യാലയ ജീവിതം അറിവ് ലഭിക്കുന്നതിലേക്ക് മാത്രമായി ചുരുങ്ങാമോ? അതുപോലെ എന്നതാണ് വസ്തുത. അവിടെ നാം ആലോചിക്കേണ്ട കാര്യം എന്താണ് അറിവ്?
ആ ചോദ്യം ഇന്നത്തെ കാലത്ത് വളരെ പഠിക്കുന്നു, പൊതുവിജ്ഞാനം പഠിക്കുന്നു, നല്ല രീതിയിൽ ശാസ്ത്രജ്ഞാനം ആർജിക്കുന്നു. നേരത്തെ നാം ഒരു കലാരൂപം ഇതിന്റെ തുടക്കത്തിൽ അവതരിപ്പിച്ചത്, അതിന്റെ ഉള്ളടക്കം എഴുതിയത്, കവിതാരൂപത്തിൽ എഴുതിയത് ഒരു വിദ്യാർത്ഥിനിയാണെന്ന് ആ ഘട്ടത്തിൽ തന്നെ പറയുകയാണ്. ഭാഷാ പ്രാവീണ്യത്തിലൂടെയാണ് അത്തരത്തിലുള്ള കഴിവിലേക്ക് വരുന്നത്. പക്ഷേ ഇതൊക്കെ മാത്രമാണോ അറിവ്? അവിടെയാണ് പാഠപുസ്തകങ്ങളുടെ വിതരണങ്ങൾ കുട്ടിയുടെ ചിന്താമണ്ഡലത്തിൽ വിവേകത്തിന്റെയും വിമർശനാത്മക ചിന്തയുടെയും സ്ഫുരണങ്ങൾ സൃഷ്ടിക്കുന്ന നില ഉണ്ടാവണം. ഇവിടെ ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാവണം പഠനത്തിന്റെ ലക്ഷ്യം. അതിന് അറിവ് മാത്രം മതിയാവില്ല, വിവേകം വളരെ പ്രധാനമാണ്. അതോടൊപ്പം വിവേചന ബുദ്ധി നല്ലതുപോലെ സൃഷ്ടിക്കാനാവും. സഹജീവി സ്നേഹം എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഏതിനെയും സമീപിക്കേണ്ടത് വിമർശനാത്മക ബുദ്ധിയോടെയായിരിക്കണം. ഇതെല്ലാം ഓരോരുത്തരിലും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭ്യമാകേണ്ടതുണ്ട്. അത്തരത്തിൽ കുട്ടികൾ മാറണമെങ്കിൽ കുട്ടികളുടെ ചിന്താശേഷിയെ ആ തരത്തിൽ വളർത്താനാകും. അതിനാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗത്തൂടെ ശ്രദ്ധിക്കുന്നത്. ഇവിടെ കുട്ടി വളരേണ്ടതാണ്. ആ വളരുമ്പോൾ മാനവികതയുടെ പ്രകാശം നല്ലതുപോലെ ലഭിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര സ്നേഹം, അങ്ങനെ സ്നേഹത്തിൻ്റെതായ അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സാഹചര്യത്തിലും നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത വെച്ചും മതനിരപേക്ഷ ചിന്ത നല്ലതുപോലെ ശക്തിപ്പെടുത്താനാവും. ജനാധിപത്യ ബോധം നല്ല നിലയിൽ കുട്ടിയിൽ വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ വിദ്യാഭ്യാസം അതിനെല്ലാം കൂടി വേണ്ടിയുള്ളതാണ്. ഈ ഒരു ധാരണ എല്ലാ വീട്ടിലും ഉണ്ടാകണം. മറ്റൊരു പ്രധാന കാര്യം, അറിവ് പ്രധാനമാണ്. പക്ഷേ അറിവ് മാത്രമുണ്ടായാൽ പോരാ, തിരിച്ചറിവ് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ അറിവുണ്ടാവുകയും തിരിച്ചറിവ് ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ അത് അങ്ങേയറ്റം ദോഷകരമായ ഒന്നായി മാറും. ഇവിടെ അറിവ് സാഫല്യത്തിൽ എത്തണമെങ്കിൽ നല്ല നിലയിലുള്ള ഔചിത്യബോധമുണ്ടാവണം. വിവേകം നല്ലതുപോലെ വളർത്തിയെടുക്കാനാവണം. വകതിരിവ് നല്ല തോതിൽ സൃഷ്ടിക്കാനാവണം. അതോടൊപ്പം തന്നെ ഏതിനെയും സമീപിക്കുന്നത്
കാര്യകാരണ ബന്ധ പരിശോധന അതിൻ്റെ അടിസ്ഥാനത്തിലാവണം. അങ്ങനെയൊക്കെയാണ് അറിവിൻ്റെ സാമൂഹ്യ വിനിയോഗം, അതിനുള്ള ശേഷി ആർജിക്കുക. അറിവ് അവരവരുടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ അത് വിനിയോഗിക്കാനുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കാനാവണം. അതിനെല്ലാം ഉതകുന്ന തരത്തിൽ അറിവെത്തിയാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാഫല്യത്തിൽ അറിവെത്തുകയുള്ളൂ. ഇതിൻ്റെ എല്ലാം അഭാവം ഉണ്ടായാൽ അറിവുണ്ടെങ്കിലും അറിവില്ലായ്മയുടെ ഫലം ചെയ്യും എന്നത് ഗൗരവമായി കാണുന്നു. ഇവിടെ ഇത്തരമൊരു ചിന്ത വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾച്ചേർക്കുക എന്നത് വളരെ പ്രധാനമാണ്. അറിവിനെ ജീവിതവുമായി ബന്ധിപ്പിക്കുക, സമൂഹവുമായി ബന്ധിപ്പിക്കുക. അത് അറിവുള്ളവരായി മാത്രമല്ല, അറിവ് ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാമർഥ്യമുള്ളവരായി കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിയണം. അങ്ങനെ കുട്ടികളെ മാറ്റാൻ കഴിയും. ആ വഴിക്കുള്ള ശ്രമങ്ങളാണ് സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്നത്. ഉന്നതമായ അക്കാദമിക് നിലവാരം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം നീക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് സ്കൂൾ തുറന്നുള്ള ആദ്യത്തെ 2 ആഴ്ച ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും പൊതുവായ കാര്യങ്ങൾ കുട്ടികളുമായി പങ്കിടണം എന്ന് സർക്കാർ തീരുമാനിച്ചു. ആ പ്രശ്നങ്ങൾ ഇവിടെ ബഹുമാന്യായ അധ്യക്ഷൻ നേരത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മഴ കുറവാണെങ്കിലും ഇനിയുള്ള ദിനങ്ങൾ മഴയുടെ ദിനങ്ങളാണ്. അപ്പോൾ കാലവർഷം പകർച്ചവ്യാധികളുടെ കൂടി കാലമായി മാറും. അത്തരമൊരു ഘട്ടത്തിൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾ അറിയേണ്ടതുണ്ട്. കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നല്ലത് മാത്രമല്ല, നല്ലതല്ലാത്ത ചില കാര്യങ്ങളുമുണ്ട്. അവയെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണവും കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. റോഡിലൂടെ സഞ്ചരിക്കുന്ന കുട്ടി എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സ്കൂൾ വാഹനങ്ങളിൽ കുട്ടി സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ പരിസര ശുചിത്വം അത് വളരെ പ്രധാനമാണ്. തൻ്റെ വീടും തൻ്റെ വിദ്യാലയവും നല്ല ശുചിത്വമുള്ളതായിരിക്കുക. അങ്ങനെ ഹരിത ക്യാമ്പസ് ഇതെല്ലാം കുട്ടിയുടെ അറിവിൻ്റെയും ധാരണയുടെയും ഭാഗമാക്കാനാവും. അതോടൊപ്പം ആരോഗ്യം, വ്യായാമം, കായികക്ഷമത, ആഹാരശീലം ഇവയെല്ലാം കുട്ടികളുടെ പരിഗണനാ വിഷയങ്ങളാക്കി മാറ്റേണ്ടതായിരിക്കും. ഇതിനെല്ലാം കൂടെ തന്നെ പൊതുമുതൽ എന്താണ്, അത് സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കുട്ടികൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ നിയമാവബോധം എങ്ങനെയാണ്
ഭാവി ജീവിതത്തിൽ നിയമാനുസൃതമായി കാര്യങ്ങൾ നടത്തുക എന്നതിനുള്ള അടിത്തറയാണ് നിയമാവബോധം, കാലാവസ്ഥാ മുൻകരുതൽ. ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഇപ്പോ നമ്മുടെ കുട്ടികള് ചിലയിടങ്ങളിലെങ്കിലും സംഘം ചേർന്ന് ശരിയല്ലാത്ത നിലയിൽ പെരുമാറുന്നത് നാം കാണുന്നുണ്ട്. അവിടെയാണ് പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും ഇടങ്ങളായി വിദ്യാലയങ്ങൾ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ച് കൂട്ടായി ആലോചിക്കണം. അതിന് വിദ്യാർത്ഥികൾക്കും പങ്കുവഹിക്കാനാവണം. ഇവിടെ സാരോപദേശക രീതി മാത്രമല്ല, വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഇത്തരം നല്ല കാര്യങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്താനാവണം. നമ്മുടെ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷതാ ബോധത്തിന് കേരളത്തിലെ വിദ്യാലയങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒരേ ബെഞ്ചിൽ വ്യത്യസ്ത ജാതി മതസ്ഥർ ഇരുന്ന് പഠിച്ച കാലമാണ് പഴയത്. ഇന്ന് ബെഞ്ചിന് പകരം സീറ്റിന്റെ അവസ്ഥ ചിലയിടത്ത് മാറിയിട്ടുണ്ട്. പക്ഷേ ആ സാഹോദര്യ ബന്ധം ഇന്നും നമ്മുടെ ക്ലാസ് മുറികളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മതേതര വീക്ഷണം, ജനാധിപത്യ ബോധം നല്ല രീതിയിൽ കുഞ്ഞുനാളിൽ തൊട്ടേ കുട്ടിയിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും ഉയർന്ന ഒരു ഘട്ടമാണിത്. ഈ മൂല്യങ്ങൾ സിലബസിനൊപ്പം കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പൊതു ഇടങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. ഈ പൊതുവിദ്യാലയങ്ങൾ എന്ന തിരിച്ചറിവ് ഇടയ്ക്ക് നമ്മുടെ സമൂഹത്തിന് നഷ്ടമായി പോയിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ 9 വർഷമായി പണ്ടെപ്പോ നടന്നൊരു കാര്യമായിട്ട് മാത്രം കണക്കാക്കപ്പെടുന്ന നിലയിലാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത്. ഇവിടെ പൊതുവിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്ന അവസ്ഥ, കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. 5 ലക്ഷം കുട്ടികൾ 2016 പൊതുവിദ്യാലയങ്ങളിൽ കൊഴിഞ്ഞുപോയി. അതോടൊപ്പം 1000 സ്കൂളുകൾ അനാഥാലയം എന്ന പട്ടികയിൽപ്പെടുത്തി അടച്ചുപൂട്ടാൻ തയ്യാറെടുത്തിരുന്നു. ഇവിടെയാണ് മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നത്. അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം 2016 ആരംഭിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ രൂപം കൊടുത്ത മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. ആ മാസ്റ്റർ പ്ലാനുകളിൽ 2016 സർക്കാർ രൂപം കൊടുത്ത മാസ്റ്റർ പ്ലാനുകളിൽ ആദ്യത്തേത് നടപ്പാക്കിയ കേരളത്തിലെ സ്കൂളുകളിൽ ഒന്നാണ് ഈ കരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പോ 9 വർഷത്തിനിപ്പുറം ഈ സ്കൂളിൽ വെച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൽ തികഞ്ഞ ഔചിത്യ ഭംഗിയുണ്ട് എന്ന് സാന്ദർഭികമായി പ്രസ്താവിക്കട്ടെ. നാം കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനായി നിരവധി കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ
വികസനത്തിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു 5000 കോടി രൂപ അതിനായി ചെലവഴിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇവിടെ കാണുന്ന പോലുള്ള സൗകര്യങ്ങൾ ഒട്ടേറെ സ്കൂളുകളിൽ വന്നു കഴിഞ്ഞു. സ്മാർട്ട് ക്ലാസ് റൂം, നല്ല സൗകര്യമുള്ള ലൈബ്രറികൾ, കുട്ടികൾക്ക് എല്ലാ വിധത്തിലുമുള്ള സൗകര്യങ്ങൾക്ക് സ്മാർട്ട് സ്കൂളുകൾ, ഹൈടെക് സ്കൂളുകൾ എല്ലാം കേരളത്തിൽ ഒരുക്കാൻ നമുക്ക് കഴിയും. നമ്മൾ അക്കാദമിക് മികവിലാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ വർഷം സമഗ്ര ഗുണമേന്മ വർഷമായി കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമായി ഓരോ കുട്ടിയും അതത് ക്ലാസ്സിൽ പാഠ്യപദ്ധതിയിൽ വിഭാവനം ചെയ്ത പഠന ലക്ഷ്യങ്ങൾ നേടിയിരിക്കേണ്ടതായിരിക്കുന്നു. ഇതിന് കുട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. കുട്ടിയേക്കാളും ഉത്തരവാദിത്വം അധ്യാപകർക്കാണ് എന്നത് ഓർമ്മിക്കേണ്ട കാര്യമാണ്. കുട്ടികളുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. അതിന്റെ ഭാഗമായി കെട്ടിടങ്ങളുടെയും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും എല്ലാം കാര്യങ്ങൾ ഗൗരവമായി പരിശോധിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ബന്ധപ്പെട്ടവർക്കെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ്. നിരവധി മാറ്റങ്ങളാണ് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി നാം വിഭാവനം ചെയ്യുന്നത്. അതിലൊന്ന് അക്കാദമിക് പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കലാണ്. ഇത് എല്ലാ വിഭാഗം കുട്ടികളെയും പരിഗണിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ക്ലാസ് മുറികളിൽ ഉണ്ടാകേണ്ടത്. അപ്പോ ഓരോ സ്കൂളിലും അക്കാദമിക് ആസൂത്രണം നടത്തണം. ഫലപ്രദമായ ഈ ആസൂത്രണത്തിന്റെ ഭാഗമാണ് അക്കാദമിക് മാസ്റ്റർ പ്ലാൻ. ഇവിടെ ഈ മാസം തന്നെ എല്ലാ വിദ്യാലയങ്ങളും ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം എന്ന് നിശ്ചയിക്കുകയും സമയപരിധി കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പാഠപുസ്തകങ്ങൾ 1 മുതൽ 10 വരെ മാറിയിരിക്കുകയാണ്. സ്കൂളുകളെല്ലാം സാങ്കേതിക വിദ്യ സൗഹൃദപരമായി മാറിയിട്ടുണ്ട്. ഈ വരുന്ന 15-ാം തീയതിക്കുള്ളിൽ, ഇന്ന് ജൂൺ 1, ജൂൺ 15-നുള്ളിൽ എല്ലാ സ്കൂളിലും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാകേണ്ടതാണ്. ഇവിടെ മൂല്യനിർണയ രീതിയിലും വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അധ്യാപകരെ ആ കാര്യങ്ങൾ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ എല്ലാ സ്കൂളുകളിലും അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതാണ്. അതനുസരിച്ച് കുട്ടികളെ ഉയർത്താൻ കഴിയണം. അതിൻ്റെ ഭാഗമായി മൂല്യനിർണയ രീതി മാറുകയും വേണം. ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ ഭരണനിർവഹണ രംഗത്ത് സ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാവണം. സ്കൂൾ സംവിധാനങ്ങളെ ആകെ ഒരു കുടക്കീഴിൽ ഘടനാപരമായി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നീങ്ങുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ നവീകരണം നാം ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ പറഞ്ഞതിലൂടെ കാണേണ്ടത്. അത് ശരിയായ രീതിയിൽ
യാഥാർത്ഥ്യമാകണമെങ്കിൽ അധ്യാപകരുടെ പങ്ക് വളരെ പ്രധാനമാണ്. ഒന്ന്, അധ്യാപകരുടെ അറിവിന്റെ തലം മെച്ചപ്പെടണം. പണ്ട് പഠിച്ച കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ പുതിയ മാറ്റത്തിന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അറിവിന്റെ തലം ഉയർത്താൻ അധ്യാപകർക്ക് കഴിയണം. അതോടൊപ്പം മനോഭാവം കൃത്യമായി ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യകതയനുസരിച്ചുള്ള മനോഭാവം എല്ലാവരിലും ഉണ്ടാകണം. ഇതിന് സഹായകമായ വിധത്തിലുള്ള പരിശീലനങ്ങൾ അധ്യാപകർക്കും നൽകുകയാണ്. കുട്ടികളോട് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല, എങ്കിലും സ്കൂളുകൾ നിങ്ങൾക്ക് പാഠങ്ങൾ പറഞ്ഞു തരുന്ന ഇടം മാത്രമാണ് എന്ന ധാരണയോടെ കാണരുത്. വീട് വിട്ടാൽ മറ്റൊരു വീടാണ് സ്കൂൾ എന്നാണ് കാണേണ്ടത്. അധ്യാപകരും സഹപാഠികളും നിങ്ങളുടെ രക്ഷാകർത്താക്കളും സഹോദരന്മാരുമാണ് എന്ന നിലയിൽ കാണേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളാണെങ്കിലും ഇന്നത്തെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. അത് മാനസികമാകാം, ശാരീരികമാകാം, എന്തോ ആവട്ടെ, എവിടെ നിന്നോ ആവട്ടെ, വീട്ടിൽ നിന്നായാലും പുറത്തു നിന്നായാലും അത്തരം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളെ സ്നേഹിക്കുന്നവരുമായി പങ്കുവെക്കാൻ തയ്യാറാകണം. നിങ്ങൾ ആ വിഷമകരമായ കാര്യം മനസ്സിലിട്ട് അതിനെ വലിയ വിഷമമാക്കി കൊണ്ടു നടക്കുന്ന ശീലം ഉണ്ടാക്കരുത്. അത്തരത്തിൽ മാനസിക വിഷമം നേരിടുമ്പോൾ നിങ്ങൾക്ക് സഹായഹസ്തം നീട്ടാൻ ഞങ്ങളെല്ലാം ഇവിടെയുണ്ട് എന്ന് കുട്ടികളായ നിങ്ങൾ തിരിച്ചറിയണം. ഒരു ചെറിയ പ്രതിസന്ധി ജീവിതത്തിൽ വന്നാൽ ജീവിതം തന്നെ വഴിമുട്ടിപ്പോയി എന്ന ധാരണയോടെ പ്രതിലോമ ചിന്തകൾക്ക് വഴിപ്പെട്ടു പോകരുത്. സാധാരണ നാട്ടിലൊരു ചൊല്ലില്ലേ, സർക്കാർ ഒപ്പമുണ്ട് എന്ന്. അതൊരു വെറും ചൊല്ലല്ല. നിങ്ങളുടെ പഠന നിലവാരം പോലെ തന്നെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഞങ്ങൾക്ക് പ്രധാനമാണ്. അതിന് നിങ്ങളോടൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾ കാണേണ്ട കാര്യമാണ്. ഇവിടെ പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യങ്ങൾ പൂർണ്ണതയിലെത്താൻ പൊതുസമൂഹം അതിൻ്റെതായ പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം ഉറപ്പാക്കൽ വളരെ പ്രധാനമാണ്. നമുക്ക് ഒരുമിച്ച് അതിനെ നീങ്ങേണ്ടതായിട്ടുണ്ട്. സമൂഹമാകെ ആ ബോധത്തോടെ കുട്ടികൾക്ക് പിന്തുണ നൽകുന്ന നിലപാട് സ്വീകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഈ പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദങ്ങൾ. Thank you, sir, for your enlightening and inspiring speech. Thank you. പുസ്തക പ്രകാശനമാണ് ഇത് നടക്കാൻ പോകുന്നത്. ഈ പുസ്തകം ബഹുമാനപ്പെട്ട പ്രിയമുള്ളവരെ, നമ്മുടെ ഔദ്യോഗിക പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ്. നവാഗതരായി ഈ സുഹൃത്തുക്കളുടെ വിദ്യാലയത്തിൽ എത്തിയ ചിത്രശലഭങ്ങളായ കുരുന്ന മക്കൾക്ക് ബാഗും ഗിഫ്റ്റും നൽകിക്കൊണ്ട് പ്രതിഭാധനായ മന്ത്രിസഭയുടെ സിരകളിലെടുക്കുന്ന ഊർജപ്രവാഹം ശ്രീ പി എ മുഹമ്മദ് റിയാസ് സർ
ഈ പ്രദേശത്തെ ജീവകാരുണ്യ വികസന പ്രവർത്തനങ്ങളുടെ ചാലകശക്തിയായി വർദ്ധിക്കുന്ന ബഹുമാന്യനായ MLA PTA റഹീം സാറും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി തുടങ്ങിയ വിശിഷ്ട അതിഥികളുടെ ശ്രേഷ്ഠ സാന്നിധ്യങ്ങളുടെ നേതൃത്വത്തിൽ നവാഗതരായ വിദ്യാർത്ഥികൾക്ക് ബാഗും ഗിഫ്റ്റും നൽകി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഔദ്യോഗിക പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ കലാലയത്തിലെത്തിയ പൊന്നുമക്കളെ നിങ്ങളെ ഹൃദയപൂർവ്വം ഈ സുഹൃത്തുക്കളുടെ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ മന്ത്രി, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ പ്രമുഖ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ സവിശേഷമായ അവരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ നിമിഷത്തിൽ കോഴിക്കോട് റവന്യൂ ജില്ലാ പ്രവേശനോത്സവ ഉദ്ഘാടന പ്രോഗ്രാമിന്റെ ധന്യമാർന്ന ഇവരിൽ കുഞ്ഞുമക്കളെ ഈ വിദ്യാലയത്തിലേക്ക് ചേർന്നു വന്ന കുഞ്ഞുമക്കളെ ഹൃദയം തുറന്ന് സ്വീകരിച്ച് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് കേരള കോഴിക്കോട് റവന്യൂ ജില്ലാ പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്റ്റേജിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞു മനസ്സുകളിലേക്ക് അക്ഷര ദൈവം കൊളുത്തുവാനും ഭാവിയുടെ നേർക്കാഴ്ചകൾ നേടാനും ശക്തമായ ഉൾക്കൈക്കാർജിക്കാനും ജീവിതയാത്രയുടെ ആദ്യ പടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയ കൂട്ടുകാരെ, ഇവിടെ ആരും തനിച്ചാകുന്നില്ല. എല്ലാ പരിമിതിയും നമുക്ക് കാറ്റിൽ പറക്കാം. നമ്മൾ ചങ്ങാതിക്കൂട്ടങ്ങൾ നിങ്ങളുടെ അടുത്തെത്തും. നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നേറും. ഒന്നിച്ച് ഒന്നാറാം. ജൈവ വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ മണ്ണിലും തപസ്സുകളും അതിൽ നിന്നും ഉത്ഭവിക്കുന്ന തെരുനീരൊഴുക്കും കാട്ടരുവികളും നദികളും തീനിറങ്ങിയ വൃക്ഷങ്ങളും പക്ഷികളുടെ കണകൂചനവും കാർഷിക വിളകളാൽ വ്യാപനേറിയ വയലേലകളും മത്സ്യസമ്പത്തിനാലും പ്രകൃതി ഭംഗിയാലും കേളികേട്ട കായൽ പൈപ്പുകളും തീരദേശങ്ങളും പച്ചപ്പട്ടു വിരിച്ച ഹരിതാപ ഭംഗിയും സാംസ്കാരിക മികവും കണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ലോകം വാഴ്ത്തിപ്പാടിയ കേരളനാടിന്റെ പ്രതിപാദനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി, കേരള മന്ത്രിസഭയുടെ സിരകളിലൊഴുകുന്ന ഊർജ്ജപ്രവാഹം ശ്രീ PA മുഹമ്മദ് റിയാസ് കോഴിക്കോട് റവന്യൂ ജില്ലാ പ്രവേശനോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഹൃദയം തുറന്നുകൊണ്ട് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു നൂറ്റാണ്ട് മണിമുത്തുകൾ പോലെ വെളിച്ചം വിതറിയ 100 സുഹൃത വർഷങ്ങൾ മുത്തും പവിഴവും ഒത്തുകലർത്തി സ്വർണ്ണ നൂലിടകളാൽ നാളികക്കല്ലുകൾ തീർത്ത തങ്കത്തിളക്കത്തിൽ ശതപൂർണിമയുടെ പത്തനമാറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന പെരിങ്ങളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നൊരു പുതിയ ചരിത്രത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. കോഴിക്കോട് റവന്യൂ ജില്ലാ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ വിദ്യാലയം. ഈ ചടങ്ങ് പ്രൗഢഗംഭീരമാക്കാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഏവരെയും ഇന്നത്തെ ചടങ്ങിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. It's indeed a moment of great pride and privilege for all of us. We welcome a distinguished leader whose dedication and dynamic vision continue to inspire public service in our state, the Honorable Minister for Public Affairs, Mr. Muhammad Riaz. Please join me in extending a warm and respectful round of applause as we welcome Honorable Mr. Muhammad Riaz to the stage. ബഹുമാന്യനായ മന്ത്രിയെ ഹർഷാരവങ്ങളോടുകൂടെ നഗരക്കാപ്പോടുകൂടെ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം.